പെൽഗാമിൽ ഭീകര ആക്രമണം ഉണ്ടായതിനു ശേഷം എത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. പക്ഷേ എങ്കിൽ പോലും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടൊക്കെ ആളുകളുടെ എണ്ണത്തിൽ അല്പം വ്യത്യാസം വന്നിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം. കേരളത്തിൽ വന്ന ഒരു കൂട്ടം ആളുകൾ ഇപ്പോൾ നമുക്കൊപ്പം ഉണ്ട്. ഇവർ ഈ ആക്രമണം ഉണ്ടായതിനു ശേഷമാണ് ഇവിടെ എത്തുന്നത്. നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് പെൽഗാം യാത്ര എന്നതിനെക്കുറിച്ച്. ചേട്ടാ, എപ്പോഴാണ് പുറപ്പെട്ടത്, എങ്ങനെയുണ്ട്? ഞങ്ങൾ കഴിഞ്ഞ 23-ാം തീയതി കേരളത്തിൽ നിന്ന് പുറപ്പെട്ട ആളുകളാണ്. കേരളത്തിൻ്റെ തന്നെ തൃശ്ശൂർ, അതുപോലെ തന്നെ പാലക്കാട്, പെരിന്തൽമണ്ണ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണ ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആളുകൾ ഈ യാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. എങ്കിലും ഇന്നിവിടെ പഹൽഗാമിൽ വന്നപ്പോൾ അന്ന് ഞങ്ങൾ വന്ന ദിവസം ഇവിടെ ബന്ദായിരുന്നു. വൈകുന്നേരത്തേക്ക് ബന്ധമൊക്കെ ഏകദേശം തീർന്നിരുന്നു. എന്നിരുന്നാലും ഞങ്ങളിപ്പോൾ ഇവിടെ വരാം എന്നുള്ളൊരു കാൽക്കുലേഷൻ ഞങ്ങൾക്കുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് ഇന്ന് പ്രത്യേകമായിട്ട് എന്തൊക്കെയോ ഇവിടെ ബന്ദ് പോലെയുള്ള ഇതിൻ്റെ കുറ്റവാളികളെ കണ്ടെത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടാക്സി ഡ്രൈവേഴ്സ് ഇവിടെ ഒരു ചെറിയൊരു സമരത്തിൻ്റെ പാത സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മറ്റ് സ്ഥലങ്ങളിലൊന്നും തന്നെ കാശ്മീരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. വളരെ സുഗമമായിട്ട് കാശ്മീരി ജനത എന്ന് പറയുന്നത് വളരെ സ്നേഹത്തോടു കൂടി ഈ അതിഥികളായിട്ടുള്ള അതിഥേയത്വം ഞങ്ങളൊക്കെ തന്നെയും വളരെ നല്ല രീതിയിലാണ് ഞങ്ങളോട് അവർ സംസാരിച്ചിട്ടുള്ളത്, പെരുമാറിയിട്ടുള്ളത്. ഞങ്ങളുടെ അഭിപ്രായത്തിൽ കാശ്മീരി ജനത എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല ജനങ്ങളെയൊക്കെ തന്നെ ഇവിടെ ടൂറിസമാണ് എന്നുള്ളത് നമുക്കറിയാം. എന്നിരുന്നാലും ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു അനുഭവമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ടി വിയിലെ റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ ഒരു പേടി വീട്ടുകാർക്കും ഒക്കെ തോന്നി. എങ്കിലും നമ്മുടെ ടൂർ ഓർഗനൈസ് ചെയ്യുന്ന ആളുകൾ നമ്മളെ സംരക്ഷിച്ചുകൊള്ളൂ എന്നുള്ള ഒരു ബലത്തിൽ നമ്മൾ വന്നു. നമുക്കങ്ങനെ പേടി തോന്നിയില്ല. കാശ്മീരിലേക്ക് എല്ലാവർക്കും വരാം. ഇവിടെയുള്ള ജനങ്ങൾ നല്ല സഹകരണമാണ്, നല്ല ഫുഡ്, എല്ലാം കൊണ്ടും നല്ലൊരു അന്തരീക്ഷം. ഇപ്പം നല്ലൊരു ടൂറിന് പറ്റിയ ഒരു അന്തരീക്ഷമാണ്. വളരെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് സോനാമാർഗ്, ഗുൽമാർഗ് ഒക്കെ പോയി കാണാനും. ഇപ്പം ഇവിടെ വന്നപ്പോൾ ബന്ധായി പോയി എന്നുള്ളൊരു കുഴപ്പം മാത്രം. എങ്കിലും ഇവിടെ കണ്ടു, കുഴപ്പമില്ല കാശ്മീർ യാത്ര. കാണാൻ വിഷമമുണ്ടോ? ഉണ്ട്. വിഷമമുണ്ടെങ്കിലും ബാക്കി ഇപ്പോഴത്തെ സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ട് ബാക്കിയെല്ലാ സ്ഥലങ്ങളും നന്നായി കാണാൻ സാധിച്ചല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം ഹാപ്പി. ഇതിപ്പോൾ ഇങ്ങനത്തെ ഒരു സന്ദർഭം വന്നു, അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. എന്ത് തോന്നുന്നു? ഞങ്ങൾ ഇന്നലെ ഗുൽമാർഗിൽ പോയപ്പോൾ അവിടെയുള്ള ടാക്സിക്കാർ പറഞ്ഞത് ഏകദേശം 30,000 ആളുകൾ വരുന്നതാണ്. ഇപ്പോൾ ഇന്നലെ അറൗണ്ട് 10,000 വന്നിട്ടുള്ളൂ. അതുകൊണ്ട് അവർക്ക് ബിസിനസ് കുറവാണ്. അതുകൊണ്ട് റേറ്റൊക്കെ അവർ കുറച്ച് ഞങ്ങൾക്ക് വെടി തന്നു. അല്ലെങ്കിൽ അവർ പറയുന്നു ഒരു കിലോമീറ്റർ പോകാനായിട്ട് 1000 രൂപയൊക്കെ വാങ്ങും. അങ്ങനെയൊക്കെ പറഞ്ഞവർ ടാക്സിക്കാർ. പൊതുവേ ഇവിടുത്തെ ആളുകൾ, ഈ കാശ്മീരി ആളുകൾ എല്ലാവരും ഈ ആക്രമണത്തിന് വളരെയധികം അപലപിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഹർത്താൽ പ്രഖ്യാപിച്ചത് എന്ന്. പക്ഷേ ടൂറിസ്റ്റുകൾക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. എല്ലാ കാര്യങ്ങളും അവർ ടൂറിസ്റ്റുകളെ ശരിക്കും വെൽക്കം ചെയ്തിരുന്നു. നല്ല പെരുമാറ്റമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അവർ ആശങ്ക ഉണ്ടായിരുന്നു വന്നപ്പോൾ? ആദ്യം വരുന്നതിനൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ടൂർ ഓപ്പറേറ്റർ നല്ല ഒരു സഹകരണം പറഞ്ഞു. അതുകൊണ്ട് ധൈര്യമായിട്ട് പുറപ്പെട്ടു. പിന്നെ ഇവിടെ വന്നപ്പോൾ ഇതൊക്കെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സമാധാനം, സന്തോഷം. വീട്ടുകാരൊക്കെ എന്ത് പറഞ്ഞു? വീട്ടുകാരെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരോടും അധികം പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ ഇവളുടെ മകനാണുള്ളത്, അവന് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറഞ്ഞില്ല. പോണെങ്കിൽ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ധൈര്യമായിട്ട് പോന്നു. എങ്ങനെയുണ്ട് വന്നപ്പോൾ കാണാൻ പറ്റാവുന്ന സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾ ഹാപ്പിയാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അതിനായിട്ട് ഒരുങ്ങി നിന്നതാണ്. അപ്പോൾ പിന്നെ ട്രിപ്പ് ക്യാൻസൽ ചെയ്യണമെന്ന് വെച്ചിട്ട് പോകുന്നതാണ്. അപ്പോൾ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു. ചില സ്ഥലങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കാണാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ കണ്ടു. അപ്പം തിരിച്ചു പോകാനുള്ള പരിപാടിയിലാണ്. ഭീകരാക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പോരുമ്പോൾ നേരിയ ആശങ്ക പലർക്കും ഉണ്ടായിരുന്നെങ്കിലും എന്താണെങ്കിലും ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ആശങ്കയ്ക്കൊന്നും അടിസ്ഥാനമില്ല എന്ന് മനസ്സിലായി. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. ഇനിയിപ്പോൾ ആഘോഷമായി തന്നെ നാട്ടിലേക്ക് മടങ്ങുക എന്നാണ് ഇവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിജിത്ത് ഉറുക്കളതിനൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ പെൽഗാം.